വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഹായ് പറ. ഷുകുട്ടി എങ്ങനെ പോണേ? ഫ്ലവർ ഫാമിനി. അപ്പൊ ഞങ്ങള് അസർബൈജാന്റെ വ്ളോഗിന് ശേഷം നെക്സ്റ്റ് വ്ളോഗൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോ പോകുന്നത് അബുദാബിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ഫാമിലോട്ടാണ് അല്ലേ ഹിജെ? അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെ കുറേ അടിപൊളി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പ്ലേസ് ആണെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം അവിടെ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങൾ എന്നുള്ളത്. അല്ലേ ഷുകുട്ടാ? ലെറ്റ്സ് ഗോ. ഓക്കെ, ലെറ്റ്സ് ഗോ. യെസ്, ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്ക് അപ്പം ഇനി അവിടെ ചെന്ന് അവിടെ ചെന്ന് വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. കുറച്ച് ഓഫ് റോഡ് നിറഞ്ഞ വഴി കേട്ടാ അല്ലേ ചേ? കുറച്ച് ദൂരമൊക്കെ നമുക്ക് മെയിൻ റോഡ് പോലെയാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഓഫ് റോഡൊക്കെ പോലെയാണ് പോകുന്നത്. കാണിച്ചു തരാം. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡൗട്ടൊക്കെ തോന്നുന്നത് എങ്ങനെയാണോ എന്നുള്ളത്. പക്ഷെ ഇതന്നെയാണ് വഴി കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമുക്ക് പോയിട്ട് നോക്കാം. ഫ്ലവർ ഫാം നിക്കട്ടെ, ഒന്ന് നിർത്തോട്ടെ. യെസ്, നമ്മൾ എത്തിടാ പാർക്ക് ചെയ്യാൻ പോണു നമ്മള്. അപ്പൊ നമ്മളിപ്പോ ഫ്ലവർ ഫാമിൽ എത്തി. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ടൈം ഉണ്ട് കേട്ടോ. അപ്പൊ രാവിലെ എത്ര മണിക്കായിരുന്നു വെച്ചാൽ? രാവിലെ 7 മണി മുതൽ 12 മണി വരെ. പിന്നെ ഉച്ചയ്ക്ക് 3 മണി തുടങ്ങി 7 മണി വരെയോ അങ്ങനെ എന്തോ, അങ്ങനെയൊക്കെയാണ് ടൈം ഇവിടെ. സോ നമുക്ക് പോയിട്ട് നോക്കാം. Yes, it's nice. Thank you. Gimme. Thank you. Yeah. Yes. പറ്റിയൊരു സ്ഥലമാണ് അല്ലേ? I don't know. That's lavender.
ഗൈസ് ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഫാം ആണ്. ഇതിന് ഏകദേശം എൻട്രി ഫീ ആയിട്ട് വരുന്നത് 15 dirhams per person ആണ് അല്ലേ. പിന്നെ ഇതിന് ടൈമിംഗ് ഉണ്ട്. മോർണിംഗ് 7 to 12 ആഫ്റ്റർനൂൺ വരുമ്പോൾ 3 to 7 അങ്ങനെയാണ് ഇതിന്റെ ടൈമിംഗ് വരുന്നത്. കറക്റ്റ് ടൈം നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ലൊക്കേഷൻ കൊടുക്കാം. ഇതൊരു അടിപൊളി ഫാം ആട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കണമെങ്കിലോ പോസ്റ്റ് വെഡിങ് എടുക്കണമെങ്കിലോ അതുപോലെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തണമെങ്കിലോ ഒക്കെ പറ്റിയ ഒരു പ്ലേസ് ആണ്. അതും ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ലോണം പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാവൻഡർ ലൈറ്റും ഉണ്ടാവും. അതെ, ലാവൻഡർ ഫീൽഡ്സ് ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടേക്ക് വരും. ഇപ്പോൾ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഈ ഒരു ലാവൻഡർ ഫീൽഡ്സും ഫ്ലവേഴ്സ് ഫീൽഡ്സും ഒക്കെ കാണാനായിട്ട്. പക്ഷെ നമ്മുടെ UAE ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. സോ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ട് ഞങ്ങൾ വരാൻ പറയുന്ന ഒരു പ്ലേസ് ആണ്. അടിപൊളിയാണ് കാണാനായിട്ട്. നിങ്ങൾ എന്നെ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ, സൂപ്പറാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് വരണം. ഒരു 3 മണി ടൈമിൽ തന്നെ എത്താവുന്ന രീതിയിൽ നമ്മൾ വരണം. അതെ അതെ, നമുക്ക് അടിപൊളി ലൈറ്റ് ഉണ്ടാവും, ഫോട്ടോസൊക്കെ എടുക്കാം. പ്രത്യേകിച്ച് ഈ വിന്റർ ടൈമിൽ വരണതാണ് ഏറ്റവും അടിപൊളി. അപ്പം നല്ല നല്ല തണുപ്പും ഉണ്ടാവും, നല്ല അടിപൊളി ക്ലൈമറ്റും ആണ്. അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എടുക്കുകയും ചെയ്യാൻ പറ്റും. ചെളി കളിച്ച് വെള്ളത്തിലും മണ്ണിലൊക്കെ കളിച്ച് ഫുള്ള് ചെരുപ്പൊക്കെ ചെളിയാക്കിയിട്ടാണ് പോണത് അല്ല. അവന് ചെളിയിലും മണ്ണിലേക്ക് ഇറങ്ങി ചെന്നൊക്കെ ഫുൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് കൊണ്ടുപോകാൻ. Determination in succeeding tuning the desert into green lands. Okay. Inside in Sultan Al Nahyan. ലെമൺ ട്രീസ് ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ഇതേ കണ്ട പീക്കോക്ക് ഉണ്ട്. ആ എന്തൊരു ഭംഗിയല്ലേ, ഭയങ്കര ഭംഗി, ബ്യൂട്ടിഫുൾ പീക്കോക്ക് അല്ലേ. കൊത്തിയാ കുട്ടീനെ എവിടെ? കൊത്തിയടാ. നോക്കി എന്തൊരു ഭംഗിയല്ലേ, സൂപ്പർ പീക്കോക്ക്. ചെരുപ്പൊക്കെ ഊരിട്ട് നടക്കുന്നത്. കുട്ടിയുടെ വൈറ്റ് ഷൂ ഗൈസ് ഇവിടെ കോണൊക്കെ ഗ്രില്ല് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ തണുപ്പും കൂടിയാണല്ലോ, അപ്പോൾ ഭയങ്കര വേറൊരു വൈബാണ് നമുക്ക് ഈ ചൂടോടുകൂടി കോണൊക്കെ ഗ്രില്ല് ചെയ്തത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാനൊക്കെ പറ്റും.
സഞ്ജു സൈക്കിൾ എടുത്ത് വേണോ? സൈക്കിൾ എടുത്ത് നമുക്ക് തന്നെ അങ്ങോട്ട് വിട്ടാലോ? അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോന്റെ വിശേഷങ്ങൾ. അടിപൊളി പ്ലേസ് ആണ്, നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്തോളൂ. അടിപൊളി സ്ഥലമാണ്, നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും വരാം, എൻജോയ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ 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 എവരിവൺ. നമ്മളപ്പോൾ അങ്ങനെ ഫ്ലവർ ഫാമിൽ നിന്ന് ഇറങ്ങിയ വഴി നോക്കുമ്പോഴുണ്ട് നേരെ ഒരു ലേക്ക്. അതായത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടേക്ക് വരുന്നുണ്ട്, അവരും വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും വിചാരിച്ചു വന്ന് അവിടേക്ക് പോവാം എന്ന് വിചാരിച്ചിട്ട് നമ്മളും നേരെ ആ ഒരു ലേക്കിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. വണ്ടി കൊണ്ട് ഇറക്കോ? വണ്ടി വെള്ളത്തിലിറക്കും. വണ്ടി കൊണ്ട് നമുക്ക് കുളിപ്പിച്ചിട്ട് വരാം. സഞ്ജു, ഇത് തിരയുള്ള ലൈക്കാട്ടാ. കാറ്റടിച്ചിട്ട് നോക്കിയേ, തിര നോക്കിയേ. നൈസ്. കടല് പോലെ ഉണ്ട്, തിരയൊക്കെ വന്നിട്ടുണ്ട്. കുട്ടിക്ക് തണുക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് വേഗം പോവാം. ബബ്ബ ഓർക്കണോക്കിടാ. ആപ്പിക്ടൺ. നമ്മളിനി മെയിൻ റോഡിലോട്ട് കടക്കുന്നത് വരെ ഫുള്ള് ഇങ്ങനെ ഫാം ഏരിയ ആണ്. ക്യാമലിനെയും ഗോട്ടിനെയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് നല്ല രസമുണ്ട് കേട്ടോ. അതിൽ കാറിലൂടെ നമ്മളിങ്ങനെ ഇരുന്ന് ഇതൊക്കെ കണ്ടു പോകുന്നത് നല്ല രസമുണ്ട്. നമ്മൾ സിറ്റിയിൽ നിന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയല്ലേ. നമ്മൾ വല്ലപ്പോഴൊക്കെ കാണുന്ന കാഴ്ചകളാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫ്ലവർ ഫാമിൻ്റെ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തോളൂ. ബൈ എവരിവൺ.